ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബിക ദീപക്കിനോട് പറയാം, എടാ നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് അമ്മ മകനെയും വിളിച്ചോണ്ട് പുറത്തോട്ട് വരുക. എടാ നിന്റെ ഭാര്യ എവിടേക്കാ പോയെന്ന് നിനക്കറിയാവോ? അയ്യോ എനിക്കറിയില്ലമ്മേ. എടാ ഭാര്യ മയക്കി കയ്യിലെടുക്കാൻ നിനക്കറിയില്ലേടാ? അമ്മേ, അവൾ അങ്ങനത്തെ ഒരു പെണ്ണല്ല. ഇതിപ്പോ ഒരു വലിയ കുരിശായി പോയല്ലോടാ. നീ വേഗം ഒരു കാര്യം ചെയ്, നമ്മുടെ കാർ എടുത്തിട്ട് പോയി അവൾ എവിടാണെന്നൊന്ന് കണ്ടുപിടിക്ക്. എന്നാ ശരിയമ്മേ, ഞാൻ പോകാം എന്നും പറഞ്ഞ് ദീപക്ക് പോവുക. എന്നിട്ട് അംബിക ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഋതിക അങ്ങോട്ട് വരുന്നുണ്ട്. അംബികയ്ക്ക് ഋതിയെ നോക്കാനൊരു ധൈര്യക്കുറവുണ്ട്. ഋതിയെ അങ്ങോട്ട് അടുത്തോട്ട് വന്നിട്ട് പറയാം, ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചതാ, ഇതിനൊക്കെ നിങ്ങൾ അനുഭവിക്കും, നിങ്ങൾ ഇതൊക്കെ അനുഭവിച്ചേ പറ്റൂ. അംബിക പറയാം, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ ഇതൊക്കെ ചെയ്തത്, അപ്പോഴനുഭവിക്കുമ്പോഴേ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് അനുഭവിക്കാം എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ഋതികയെ ഒന്ന് നോക്കിയിട്ട് അംബിക അകത്തോട്ട് കയറി അങ്ങ് പോയി. ഈ സമയം രാജു രാത്രി വരാന്തയിൽ വന്നിരുന്നുകൊണ്ട് പൂർണ്ണചന്ദ്രനെ നോക്കിയിരിക്കുക. എന്നിട്ടന്ന് ഋതിക പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. എനിക്കിഷ്ടമാണ് രാജു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതിനുശേഷമുള്ള അവരുടെ പ്രണയ സല്ലാപങ്ങളും എല്ലാം രാജു ഇങ്ങനെ ഓർത്ത് കരയുവാണ്. അവസാനം കരഞ്ഞുകൊണ്ട് ഋതിക പറഞ്ഞ വാക്കുകളാണ് രാജുവിനെ ഏറെ സങ്കടപ്പെടുത്തുന്നത്. എനിക്കെൻ്റെ അച്ഛനെ മതി, എനിക്ക് രാജുവിനെ വേണ്ട. ഏതായാലും വീട് വിൽക്കാൻ തീരുമാനിച്ച് എന്തെല്ലാം വീട്ടിൽ കറക്കാനുള്ള പ്ലാൻ ചെയ്യുവാണ് ജയനും പ്രിയയും കൂടെ. ജയൻ പ്രിയോട് ചോദിക്കും, എടി നീ ശ്രീലക്ഷ്മിക്കോ അമ്മയ്ക്കോ ആഭരണമല്ലോ ഇടാനെങ്ങാനും കൊടുത്തിട്ടുണ്ടോ? ഇല്ല ചേട്ടാ. അഥവാ നീ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഊരി വാങ്ങിച്ചോണം, നമ്മളെല്ലാവരും പല വഴിക്കാട്ടി പിരിയാൻ പോകുന്നവരാ. എനിക്കതൊക്കെ അറിയാൻ ചെയ്യട്ടാ, അതൊക്കെ ഞാൻ നേരത്തെ അങ്ങ് മേടിച്ചു. നടന്നതും നടക്കാൻ പോകുന്നതും ഓർത്ത് രാജു ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ രാധമ്മയും വേണുവേട്ടനും രാജുവിൻ്റെ അടുത്ത് ചെന്നിട്ട്, മോനെ നീ സങ്കടത്തോടെ ഇരിക്കുവാണോടാ എന്നും ചോദിച്ച് അടുത്ത് വന്നിരിക്കുവാണ്. എനിക്ക് മാത്രമല്ലല്ലോ സങ്കടം, അച്ഛനും അമ്മയ്ക്കും സങ്കടമില്ലേ? അതേ മോനെ, ഈ വീട്ടിലെ അവസാനത്തെ രാത്രിയല്ലേ ഇന്നിവിടെ. വേണുവേട്ടൻ വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് പറയാം, നിങ്ങൾ 3 പേരും ഓടിക്കളിച്ച് നടന്ന മുറ്റമല്ലേ ഇത്? ആ കാലമൊക്കെ ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുവല്ലേ? ഒന്നോർത്ത കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നെങ്കിലും ആ കാലം തന്നെ ആയിരുന്നു നല്ലത്. പട്ടിണി കൂടാതെ മക്കളെ വളർത്തണമെന്ന് മാത്രമേ അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. മക്കള് കുട്ടികളായിരിക്കുമ്പോഴാ ജീവിതത്തിന് സന്തോഷം. ഇതിന്റെ കാരണം എന്താണെന്നറിയോ? കളങ്കമില്ലാത്ത മനസ്സുകൾ അന്ന് കുഞ്ഞുങ്ങളായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക്. വേണുവേട്ടന് പറയാൻ വാക്കുകളില്ലാത്ത രീതിക്ക് കരയുവാണ്. എന്ത് സന്തോഷമായിരുന്നു. പിന്നെ വളർന്നു കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾ അവരന്യനായി പോയി. രാജു കരഞ്ഞോണ്ട് ചോദിക്കുന്നു, ഞാൻ അങ്ങനെയാണോ അച്ഛാ? ഞാൻ നിന്നെക്കുറിച്ചല്ല മോനെ പറഞ്ഞത്. അച്ഛാ, ആരെയും ശപിക്കരുത്. ഞാൻ അങ്ങനെ ചെയ്യുവോ മോനെ? വെറുതെ പറഞ്ഞെന്നല്ലേ ഉള്ളു. ജയന്റെയും പ്രിയയുടെയും പെരുമാറ്റമൊക്കെ അവരെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട്. ഒരു മനസ്താപവും ഇല്ലാത്തതാണ്ട് ജയൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുക, അപ്പോഴെങ്ങനെയാളിയാ കാര്യങ്ങളൊക്കെ? ലാസ്റ്റ് സപ്പർ കഴിക്കണ്ടേ, അവസാനത്തെ ആഹാരം? ജയനെ നല്ലതുപോലെ അറിയാവുന്ന രാജു പറയാം, അതിനെന്താ അളിയാ, കഴിക്കാമല്ലോ. പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ പറ. രാവിലെ പിക്കപ്പ് വാനിൽ സാധനങ്ങളൊക്കെ കയറ്റണം. അതിനുശേഷം അച്ഛനെയും അമ്മയും തുരുത്തിക്കാട്ടിലെ വാടക വീട്ടിൽ കൊണ്ടുവന്നാക്കണം. നിങ്ങൾക്കും വരാൻ പറ്റുന്നെങ്കിൽ വരാം. ഞങ്ങൾക്ക് വരാൻ പറ്റില്ലളിയാ, ഞങ്ങൾക്ക് വീടിന്റെ പണി നടക്കുന്നത് കൊണ്ടാ. രാജുവിന്റെ ചെലവിൽ ഇത്രയും നാൾ ഉണ്ടു ഉറങ്ങി നടന്ന പ്രിയയുടെയും ജയന്റെയും ഒരു പെരുമാറ്റം കണ്ടോ? ഞാനും പ്രിയയും രാവിലെ തന്നെ ഇവിടുന്ന് പോകും. പ്രിയ ഉടനെ രാജുവിനെ നോക്കി, ഡാ നീ നാളെ തന്നെ ബോംബെക്ക് പോവോ? ആ ഞാൻ പോവും. അപ്പോഴൊരു ശ്രീയെ കാണുന്നില്ലേ? അവളെ ഓൾറെഡി ഹോസ്റ്റലിലാക്കിയിട്ടുണ്ടല്ലോ ചേച്ചി. ഇനി യാത്ര പറയാനൊന്നും പോകുന്നില്ല. അവൾക്കത് വിഷമാവും. പെട്ടെന്ന് ജയൻ, എടി പ്രിയ നീ വാടി, നമുക്കും എല്ലാം കഴിക്കാം. ഒരു കൂസലമില്ലാതെ ജയനും പ്രിയയും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുക. അത് കണ്ട് രാജു ഇങ്ങനെ സങ്കടത്തോടെ രാധമ്മയെ നോക്കുക. രാധമ്മ പൊട്ടിക്കരയുവാണ്. മോൻ അച്ഛനും അമ്മയും പിരിയുന്നതിൽ സങ്കടമുണ്ടില്ലേ? കരഞ്ഞുകൊണ്ട് രാജു പറയാ, സങ്കടമുണ്ടമ്മേ, പക്ഷേ നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങൾ മാറ്റാൻ വേണ്ടിയല്ലേ ഞാൻ പോകുന്നത്. രാജുവിൻ്റെ മനസ്സ് നന്നായിട്ട് അറിയാവുന്ന വേണുവേട്ടൻ ചോദിക്കുന്നു, മോന് ഋതുമോളെ ഒരു നോക്ക് കാണാൻ ആഗ്രഹമില്ലേ? ഇല്ല, അതിനി വേണ്ടാച്ചാ. അത് പറയുമ്പോൾ രാജുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുവാണ്. മറക്കാൻ പറ്റിയില്ലെങ്കിലും അതിന് ശ്രമിക്കാവല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞോണ്ട് രാജു അകത്തോട്ട് ഓടി അങ്ങ് പോവുകയാണ്. ഈ സമയം നന്ദനെ അന്വേഷിച്ച് അവിടെ മണുകൂണാൻ ഭർത്താവ് തന്നെ ദീപക്ക് കാറിൽ എല്ലായിടും നോക്കി പോവാ. ഇവളെ എവിടൊക്കെ അന്വേഷിച്ചിട്ടും ഒന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ. നന്ദന താണ്ട 2 ആൺകുട്ടികളുടെ നടുക്ക് നിന്ന് ചിയേഴ്സ് പറഞ്ഞ് മദ്യം കുടിക്കുവാണ്. നാക്ക് കുഴഞ്ഞിട്ടാണെങ്കിലും അവൾ അവന്മാരോട് പറയുന്നുണ്ട്, ഇത് ഋതികയുടെ സ്വത്തുക്കളല്ല എൻ്റെ പേരിലോട്ട് വന്നതിൻ്റെ ഒരു ചെറിയ ചിലവാണ്. നീ വലിയ ചിലവൊക്കെ നമുക്ക് ഏതെങ്കിലും വലിയ ഹോട്ടലിൽ വെച്ചാകാം. നിന്റെ ഈ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നെന്ന് അവന്മാരും പറയുന്നുണ്ട്. എടി നന്ദനെ, ആ രാജു എവിടെ? അവൻ കട്ടയും പടമൊക്കെ മടക്കി പിടിച്ച് പോയോ? നീ അവന്റെ പുറകെ കുറച്ച് കറങ്ങിയതാണല്ലോ. എന്ത് ചെയ്യാൻ, അവന് സ്ത്രീ വിദ്വേഷിയായി പോയല്ലോ. കോളേജ് കാലത്ത് എനിക്ക് അവനോടൊരു ഹരം ഉണ്ടായിരുന്നു, അത് സത്യമാ.
അന്ന് അവൻ എൻ്റെ കർണത്തിൽ അടിച്ചതോടുകൂടി അതെൻ്റെ പ്രതികാരമായിട്ട് പിന്നങ്ങ് മാറി. അതിനെന്താ, നീ ആ പ്രതികാരം അങ്ങ് തീർത്തല്ലോ, രണ്ടിനെയും അടിച്ച് പിരിയിച്ചല്ലോ രണ്ട് വഴിക്കായിട്ട്. അവൻ പോകുമ്പോൾ അവനേക്കാൾ എത്ര വലിയ സുന്ദരന്മാരെ കണ്ടതായി ഞാൻ. ഈ നന്ദനെ നീ ആള് കൊള്ളാമല്ലോ, അവനോടുള്ള പ്രതികാരത്തിന് നീ അവളെയും തീർത്തല്ലോ, അവളോട് പോയി ചാകാൻ പറയടാ. പെണ്ണും പിള്ളയെ അന്വേഷിച്ച് നാടായ നാടൊക്കെ റോഡിൽ ചുറ്റിച്ചിരിഞ്ഞതാണ്ട് ഒടുവിൽ ദീപക്ക് നന്ദനെ കണ്ടുപിടിച്ച്. അവിടെ കൂട്ടുകാരന്മാർ ദാണ്ടടി വന്നടി അടുത്ത വള്ളിക്കെട്ട്. ഭർത്താവെന്ന് പറഞ്ഞ പോങ്ങന്നാ വന്ന്. അങ്ങനെ അംബികാസുതൻ നാണ്ട വലിയ ദേഷ്യത്തോടെ നന്ദനെ എടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നത്, എന്താടി നീ കാണിക്കുന്നത്? നീ കള്ളു കുടിക്കുന്നോ? ഇവന്മാരൊക്കെ നിന്റെ ആരാടി? ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാ, നിനക്ക് വേണമെങ്കിൽ ഇവന്മാരെ ഒന്ന് പരിചയപ്പെട്ടോ. ബ്രോ എന്നും പറഞ്ഞ് പരിചയപ്പെടാൻ മാറി നിൽക്കടാ അവിടെ എന്നും പറഞ്ഞ് ദീപക് അവരെ പിടിച്ച് മാറ്റുവാണ്. ഇന്നെയൊക്കെ പരിചയപ്പെടേണ്ട കാര്യമൊന്നും എനിക്കില്ല, വാടി ഇങ്ങോട്ട്, വീട്ടിലോട്ട് ചെല്ലട്ടെ, നിന്റെ കാര്യത്തിൽ ഇന്ന് ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ട്. ദീപു എൻ്റെ കൈ വിടാനാ പറഞ്ഞു. എടി നിന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞു. അവള് പെട്ടെന്ന് ദീപക്കിന്റെ കൈയിൽ നിന്ന് അവിടെ കൈ ഇങ്ങോട്ട് വലിച്ചു മാറ്റിയിട്ട് മദ്യം നിറച്ചിരുന്ന ഗ്ലാസ് വലിച്ചെറിഞ്ഞിട്ട് അവന്റെ കർണക്കുറ്റിക്ക് ഒരൊറ്റ അടി. നന്ദനയുടെ ആ നിപ്പും ഭാവം കണ്ട് ദേഷ്യത്തോടെ, എടി നീ എന്നെ തല്ലോ അല്ലേടി എന്നിങ്ങനെ ചോദിച്ച് അടിക്കാനായിട്ട് കയ്യോങ്ങി നന്ദന നണ്ട റിവോൾവർ എടുത്ത് അവന്റെ നെറ്റിക്ക് നേരെ അങ്ങ് വെച്ച്. അത് കണ്ട് അവളുടെ കൂട്ടുകാരന്മാരൊക്കെ ഇങ്ങനെ ചിരിക്കുവാണ്. അവൾ പെട്ടെന്ന് ആ തോക്കുകൊണ്ട് ദീപക്കിന്റെ കാലിൻ്റെ അടുത്ത് താഴെയോട്ട് ഷൂട്ട് ചെയ്യാണ്. ആ ശബ്ദം കേട്ട് ദീപക് അങ്ങ് ഭയന്ന്. ഇപ്പം കണ്ടല്ലോ, ഇത് പൊട്ടുവെന്നും നിന്റെ നെഞ്ച് തുളച്ച് കയറുമെന്നും ഒക്കെ നിനക്ക് മനസ്സിലായല്ലോ. നീ മേലിൽ നീ എൻ്റെ നേരെ എങ്ങനെ കൈ പൊക്കിയാൽ നിന്റെ തല താണ്ട് ഇവിടെ കാണില്ല. പറഞ്ഞത് കേട്ടോടാ, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴോ മറ്റോ എന്നെ ഇല്ലായ്മ ചെയ്യാൻ നീ ശ്രമിച്ചാൽ എൻ്റെ ഫ്രണ്ട്സിനെ നീ കണ്ടല്ലോ, ഇവന്മാര് നിന്നെ കത്തിച്ചു കളയും. അംബികാസുതൻ ആകെ വിറച്ചു പോയി. സോറി നന്ദന, പോയി കാറി കയറടാ, നിന്നോടാ പറഞ്ഞ പോയി കാറി കയറാൻ. അപ്പോൾ ഫ്രണ്ട്സ്, മുറിഞ്ഞു പോയ ഈ പാർട്ടി നമുക്ക് നാളെ ഹോട്ടലിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു എന്നും പറഞ്ഞ് നന്ദന ദീപക്കിനോടൊപ്പം വരുവാണ്. ഒരു പുഴുത്ത പട്ടിയെ ട്രീറ്റ് ചെയ്യുന്നവർ നടക്കട അങ്ങോട്ട് എന്നും പറഞ്ഞ് ദീപക്കിനെ പിടിച്ച് തള്ളി കേരള കാറിനകത്തോട്ട് എന്നൊക്കെ പറഞ്ഞ് അടിമയെ പോലെ കയറ്റി കൊണ്ടുപോവാണ് നന്ദന. ശ്വാസം പോലും വിടാതെ പേടിച്ച് വിറച്ച് ദീപക് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക. അത് കണ്ടുകൊണ്ട് നന്ദന പറയാം, ദീപു പേടിക്കണ്ട, ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഞാൻ ഗണ്ണെടുക്കൂ. ദീപു ഇങ്ങനെ വരണ്ടു പോയ കുറുക്കനെ പോലെ എന്നെ നോക്കല്ലേ. സോറി ദീപു, എൻ്റെ ശരീരം വേദനിച്ചാൽ ഞാൻ വയലൻ്റ് ആകും, അതെൻ്റെ ഒരു കുഴപ്പമാണ്. പക്ഷെ ഞാൻ അതിന് ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തി നോക്കി, അതിനൊരു മാറ്റവും ഇല്ല. ഡേറ്റ് വെച്ച് ഞാൻ ഇതുപോലെ വയലൻ്റ് ആയപ്പോൾ ഒരു ആഫ്രിക്കക്കാരനെ ഞാൻ ഷൂട്ട് ചെയ്തു. ഭാഗ്യത്തിനന്ന് അവൻ്റെ കൈക്കാണ് വെടികൊണ്ട്, അതുകൊണ്ട് അവൻ ചത്തില്ല. അതുകൊണ്ട് ദീപു, ഞാൻ വയലൻ്റ് ആകാത്ത രീതിക്ക് ദീപു എൻ്റെ കൂടെ നിന്നാ മതി. ഞാൻ എൻ്റെ ദീപുവിനെ ഒരു ടെഡി ബിയർ പോലെ നോക്കിക്കോളാം. ദീപുവിനെ അനുസരിച്ചാൽ മാത്രം മതി, ഞാൻ ദീപുവിന് എന്തും തരും. ദീപു ഇങ്ങനെ അമ്മയുടെ പുറകെ വാലാട്ടി നടക്കല്ലേ, നല്ല സ്റ്റേണായിട്ട് നിൽക്കണം. നമ്മൾ രണ്ടുപേരും ഒരേ മനസ്സായി ഒറ്റ കൈയായിട്ട് നിൽക്കണം. നമ്മളെ തോപ്പിക്കാൻ ആരും വരരുത്. നമ്മളെ എതിർക്കുന്നവരെ നമ്മൾ ഇല്ലാതാക്കും. ദീപു, ഞാൻ പറഞ്ഞതുപോലെ പറ, നമ്മളെ എതിർക്കുന്നവരെ നമ്മൾ ഇല്ലാതാക്കും എന്നിങ്ങനെ ദീപക്കും പറയുക. ഈ സമയം രാജു വീട്ടിൽ മൊബൈലിലെ ഋതികയുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ കരയുക. ഋതികയും രാജുവിനെ ഓർത്ത് സങ്കടപ്പെടുക. രാജു എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള വേദന ഒന്നും വരില്ലായിരുന്നു. മനഃപൂർവ്വം അല്ലെങ്കിലും രാജുവിനെ ഞാൻ വേദനിപ്പിക്കേണ്ടായിരുന്നു. അപ്പോൾ യാമിനി അങ്ങോട്ട് വരിക. ചെറിയമ്മേ, ടെൻഷൻ കൊണ്ട് എൻ്റെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോവും. എല്ലാ കാര്യങ്ങളും ഞാൻ അച്ഛനോട് തുറന്നു പറയാൻ പോവുക. തുറന്നു പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല എനിക്ക്. ചെറിയമ്മ, അല്ലെങ്കിൽ ഈ മെന്റൽ ഡ്രസ് കൊണ്ട് ഞാൻ ചത്തുപോകും. ചെറിയമ്മ എന്നോടൊപ്പം നിന്നാൽ മാത്രം മതി, ഞാൻ എല്ലാം അച്ഛനോട് പറഞ്ഞോളാം. മോളെ, അതിന് സ്വസ്ഥമായ കാര്യങ്ങൾ പറയാൻ ആ സ്ത്രീ സമ്മതിക്കുവോ? പേട്ടോണ്ട് എന്തെങ്കിലും ഒന്ന് മിണ്ടാൻ ചെന്നാൽ ആ നേരം നോക്കി അവരൊന്ന് ഇടയ്ക്ക് വന്ന് വലിഞ്ഞു കയറുമല്ലോ. എന്തായാലും ഇതിന് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല ചെറിയമ്മേ. എല്ലാം അച്ഛനോട് എനിക്ക് തുറന്ന് പറഞ്ഞേ പറ്റൂ. മോളെ, പറയുമ്പോൾ ഇവിടെ ഒരു പൊട്ടിത്തെറിയുടെ പ്രതീക്ഷിക്കണം. ഇതിൽ കൂടുതൽ ഇനി എന്ത് സംഭവിക്കാനാ ചെറിയമ്മേ? എന്തും വരട്ടെ, രണ്ടും കൽപ്പിച്ച് നമുക്ക് പറയാം. എന്നാ ശരി മോളെ, മോളിങ്ങോട്ട് വാ. ഈ സമയം പ്രതാപൻ ഇങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കുവാണ്. അംബിക ആകെ ടെൻഷനിലിരിക്കുക. ദീപക് നന്ദനെ തിരക്കി പോയിരിക്കുവാണല്ലോ, എന്തായിരിക്കും അവിടെ നടന്നത്? ആമിനെ ഋതിയോട് പറയാം, രാജ് കൂടെ ഉള്ളപ്പോൾ ഇത്രയും കരുത്തും തൻ്റെ ഇടമുള്ള ഒരു പെൺകുട്ടിയായ ഞാൻ എൻ്റെ മോളെ കണ്ടിട്ടുള്ളൂ. അവൻ കൂടെയില്ലെങ്കിൽ ഇതിൽ പരം ഒരു വിഡ്ഢി വേറെ ഇല്ലതാനും. എന്ത് ചെയ്യാനാ, ആ പാവത്തിനെ കരയിപ്പിച്ച് വിട്ടില്ലേ? ഞാനെന്നാ രാജുവിനോടൊപ്പം പോയാൽ ഇവരെൻ്റെ അച്ഛനെ ഒന്ന് കൊല്ലുമായിരുന്നു. രാജുവും ഞാനും തമ്മിൽ ഇത്ര ഇങ്ങനെ അകലുവെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്തായാലും മോളെ, നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ ചെയ്യാം. എല്ലാം പ്രതാപേട്ടനോട് തുറന്നു പറയാം. മടിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല, രണ്ടും കൽപ്പിച്ച് പറയാം. നീ വാ മോളെ എന്നും പറഞ്ഞ് യാമിനി ഋതിയെ വിളിച്ചോണ്ട് വരുന്നുണ്ട്. പ്രതാപൻ അംബികയോട് ചോദിക്കുന്നു, ദീപക് അവളെ അന്വേഷിച്ച് പോയതാണോ ചേച്ചി? അതേ പ്രതാപ, ഇത് വല്ലാത്ത പുലിവാലായി പോയല്ലോ ചേച്ചി. യാമിനി ഋതിക അങ്ങോട്ട് വന്നിട്ട് യാമിനി പറയാം, പ്രതാപേട്ട, ഋതുമോൾക്ക് എന്തോ പറയാനുണ്ടെന്ന്. ഇതിനെന്തിനാ ഒരു ഇൻട്രൊഡക്ഷൻ? അവൾക്ക് തന്നെ അങ്ങ് ചോദിച്ചൂടെ? നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്ക്. അച്ഛാ, അത് ഞാൻ എന്ന് പറയുമ്പോഴേ ദാണ്ട ദീപക്കിന്റെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. ദീപക് കാറിൽ നിന്ന് ഇറങ്ങി കുടിച്ച് വെളിവില്ലാതിരിക്കുന്ന നന്ദനെ ഇങ്ങനെ പിടിച്ചോണ്ട് വരാം. വിടൂ ദീപു, എന്നെ വിടൂ. ഇടി മിണ്ടാതെ വരാൻ, വല്യമ്മാവനൊക്കെ അവിടെ ഇരിക്കുന്നു.
അംബിക മരുമോളെ ഈ കോലത്തിൽ കണ്ടങ്ങ് ചാടി എഴുന്നേറ്റ് ഇങ്ങനെ വിഷമത്തോടെ നോക്കി നിൽക്കുക. ലൈഫ് എൻജോയ് ചെയ്യണം അല്ലേ ദീപു? കാല് നിലത്തുറയ്ക്കാതെ നന്ദനെ ഇങ്ങനെ ആടിക്കൊണ്ട് വരിക. അധിക ദേഷ്യത്തോടെ അങ്ങോട്ട് വന്നിട്ട് നിക്കടി അവിടെ, ഇത് നിന്റെ USA ഒന്നും അല്ല, USA ഒന്നും അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി. പക്ഷെ നന്ദന പിള്ള ഇങ്ങനെയാണ്. അതിന് നീ ആരായാലും എന്താ, ഇതിവിടെ പറ്റില്ല. നീ എന്താ പറഞ്ഞേ എനിക്ക് മനസ്സിലായില്ലേ? എൻ്റെ ഈ വീട്ടിൽ നിന്റെ ഈ വിളയാട്ടൊന്നും നടക്കത്തില്ലെന്ന്. നന്ദന നാക്ക് കുഴഞ്ഞുകൊണ്ടാണെങ്കിലും പറയുക, നിന്റെ വീടോ? ഇതെങ്ങനെ നിന്റെ വീടാകും? ഇതിപ്പം നിന്റെ വീടല്ല, ഈ നന്ദന പിള്ളയുടെ വീടാണ്. അംബിക അങ്ങ് ഞെട്ടിപ്പോയി. ഹൃദയ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. പ്രതാപൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്, ഇവളെന്തൊക്കെ വൃത്തികേടുകളായി വിളിച്ച് പറയുന്നത്? ഞാൻ വൃത്തികേടൊന്നും അല്ല വിളിച്ച് പറയുന്നത്, ഞാൻ പറഞ്ഞത് സത്യമാ, 100% സത്യം. ഈ വീടും പറമ്പും ഒക്കെ ഇപ്പം എൻ്റെ പേരില്ല. അമ്മായിയുടെ അറിവോടുകൂടി മരുമകൾ ഈ സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിലോട്ട് എഴുതി തന്നു. പ്രതാപൻ കണ്ണും തള്ളി ചോദിക്കുന്നു, വാട്ട്? ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഇതാണ്ട് ഇവളോട് തന്നെ അങ്ങ് ചോദിച്ച് നോക്ക്. പ്രതാപൻ ഇങ്ങനെ ഹൃദയെ നോക്കുന്നു. അംബിക വിറച്ചോണ്ട് നിൽക്കുന്നു. അമ്മായി മരുമോടുള്ള ഫൈറ്റിലെ ഈ സ്വത്തുക്കളെല്ലാം ഇപ്പം എൻ്റെ പേരിലാക്കി തന്നു. പ്രതാപൻ ഹൃതിയോട് ചോദിക്കുന്നത്, നേരാണോട് ഈ പറയുന്നതൊക്കെ? ഹൃതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ പേടിച്ചു നോക്കുക. അതേ വല്യമ്മാവ എന്നിങ്ങനെ നന്ദന പറയുക. വല്യമ്മാവനെയും പത്മാവതി അമ്മാവിയെയും കൂടെ ഒന്നിപ്പിക്കാനായിട്ട് ഇവർ ചെയ്ത പരിപാടിയിൽ ഞാൻ അറിയാതെ എൻ്റെ കയ്യിലോട്ട് വന്നു ചേർന്ന പ്രോപ്പർട്ടി ഇതൊക്കെ. ഞാനെന്തിനാ ഇതൊക്കെ വേണ്ടാന്ന് വെക്കണം? പ്രതാപൻ ഹൃതിയോട് ചോദിക്കേ, എടി ഞാൻ ചോദിച്ചതിന് നീ ഉത്തരം തന്നില്ല, ഇവിളീ പറഞ്ഞതൊക്കെ നേരാണോന്ന്? എടി ചോദിച്ചതിന് മറുപടി പറയടി. വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ട് ഹൃതിക പറയാം, അതേച്ചാ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പ്രതാപൻ പറയുക, നന്നായി, എനിക്ക് സന്തോഷമായി, എല്ലാം ഇവിടെ പൂർത്തിയായി. പ്രതാപൻ കരച്ചിലിന്റെ വക്കിൽ എത്തിക്കഴിഞ്ഞു. എല്ലാം ഫിനിഷ്. കുളവും കലക്കി പരുന്തിന് തീറ്റയും കൊടുത്തു. പരസ്പരം മത്സരിച്ച് ഒടുവിൽ കിടപ്പാടം വരെ കയ്യിൽ നിന്ന് പോയി. തന്നിഷ്ടം കൊണ്ട് വരുത്തി വെച്ചത് രണ്ടുപേരോട് അങ്ങ് അനുഭവിച്ചോ. അംബികയും ഹൃതിയെയും നോക്കി പ്രതാപൻ പറയുക. സമയത്ത് പ്രതാപൻ ഒരു ഫോൺ വരുന്നുണ്ട്. ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് പ്രതാപൻ ദേഷ്യത്തോടെ ഒടുവിൽ അതും കൈവിട്ടുപോയി. പാർട്ടിയിൽ നിന്നും രാജിവെച്ച് പോകാനാണ് ഓർഡർ. എല്ലാം വരുത്തി വെച്ചിട്ട് നന്ദനവൻ, വാ ദീപു നമുക്ക് നേരെ ഉറങ്ങാൻ പോകാം, സമയം ഒരുപാടായില്ലേ എന്നും പറഞ്ഞ് അവനെയും വിളിച്ചോണ്ട് ബെഡ്റൂമിലോട്ട് പോകുവാണ്. കണ്ടില്ലേ, മുഖത്താട്ടിയിട്ട അവൻ നാണ്ട് അവളെയും വിളിച്ചോണ്ട് പോയത്. ഇതിനൊക്കെ കാരണക്കാരൻ ഞാനാ, എനിക്കിത് കിട്ടണം. ഇപ്പോഴെങ്കിലും മണ്ടം പ്രതാപ നിനക്ക് തോന്നിയല്ലോ, നീ ഒറ്റ ഒരുത്തനാടാ ഈ വീട് നശിക്കാനും ഈ അധപ്പതനത്തിനെല്ലാം കാരണക്കാരൻ. നീ ഇതല്ല ഇതിനപ്പുറവും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളു. കാലം കണക്ക് ചോദിക്കാതെ വിടില്ലെന്ന് വേണുവേട്ടൻ പറഞ്ഞത് ശരിയാ. ഇപ്പോഴാണ് അവന് വേണുവിൻ്റെ കുടുംബത്തിൻ്റെ മഹത്വം മനസ്സിലാകുന്നത്. എല്ലാം അറം പറ്റിയതുപോലെ ആയില്ലേ. ഹൃതിയ കരഞ്ഞോണ്ട് പറയാം, അച്ഛാ നടന്നതൊക്കെ ഞാൻ പറയാം, ഇനി എനിക്ക് നീ പറയുന്ന ഒന്നും കേൾക്കണ്ട. ഇത്രയൊക്കെ ആയിട്ടും പ്രതാപൻ്റെ അഹങ്കാരം മാറിയോ? അവൻ ആരെന്ത് പറഞ്ഞാലും കേൾക്കണ്ട. അവൻ്റെ ചേച്ചി പറയുന്നത് മാത്രം അവൻ ചെവി കൊടുത്ത് കേൾക്കും. പ്രതാപൻ കരഞ്ഞോണ്ട് പറയാം, സ്വത്തും പോയി, സൽപ്പേരും പോയി, എല്ലാം പോയി. ഇനിയാടാ പ്രതാപ നീ കരയാൻ കിടക്കുന്നത്? സീതാദേവിയെ പോലെ പരിശുദ്ധയായ സ്വന്തം ഭാര്യ താടക സഹോദരിയുടെ വാക്ക് കേട്ടുകൊണ്ട് ആനനത്തിലോട്ട് പറഞ്ഞു വിട്ടതിന് തുല്യമല്ലേ? ഈ പോക്കിങ്ങനെ പോയാൽ 1-2 വർഷം കൊണ്ട് ഇതെല്ലാം അവനും അവളും കൂടെ തീർത്ത് കളയും. പിന്നെ പെരുവഴി ആധാരമാണെന്നും കരഞ്ഞുകൊണ്ട് പ്രതാപൻ അങ്ങ് മുകളിലോട്ട് കയറിപ്പോയി. അച്ഛാന്നും പറഞ്ഞ് മോളും കരയുന്നു. അച്ഛൻ്റെയും മോടെയും അഹങ്കാരത്തിലുള്ള പ്രതിഫലം കിട്ടിത്തുടങ്ങി. കെട്ടിപ്പിടിച്ചതെല്ലാം കൈവിട്ടു പോയല്ലോ എന്നോർത്ത് അംബിക തണ്ട പതറിയടിച്ച് നിൽക്കുക. വേണുവേട്ടൻ തണ്ട വീടൊക്കെ ഒഴിഞ്ഞ് സാധനങ്ങളെല്ലാം വണ്ടിയിൽ പാക്ക് ചെയ്ത് വീട് പൂട്ടുവാണ്. അതമ്മയും രാജുവും വേണുവേട്ടനെ നല്ല സങ്കടത്തില്ല. പക്ഷേ പ്രിയയ്ക്കും ജയനും ഒരു കുലുക്കവും ഇല്ല. എത്രത്തോളം അടിച്ചു മാറ്റാവോ അത്രയും അടിച്ചു മാറ്റിക്കഴിഞ്ഞല്ലോ. സങ്കടത്തോടെ വേണുവേട്ടൻ പറയുക, താക്കോൽ ഇവിടെ വെച്ചാൽ മതിയെന്നാ രാമകൃഷ്ണൻ പറഞ്ഞിരുന്നത്. രാധമ്മ ഹൃദയം ഉരുകി പുന്നക്കീഴമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഇവിടുന്ന് പോവുക, പലരും പല വഴിക്കാവുക, അമ്മേ എല്ലാരെയും കാത്തോണേ. സങ്കടത്തോടെ വീട് നോക്കി നിൽക്കുന്ന രാജുവിനെയും വേണുവേട്ടനോടും രാധമ്മ പറയുന്നുണ്ട്, വേണുവേട്ട നമുക്ക് പോകാം. എല്ലാവരും സങ്കടത്തോടെ ഇങ്ങനെ വീട് നോക്കി നിൽക്കുവാണ്. പ്രിയയും ജയനും എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാനുള്ള പ്ലാനിൽ നിൽക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപവർമ്മയുടെ അഹങ്കാരത്തിനുള്ള തിരിച്ചടി കിട്ടി. വീടും പുരയിടവും പദവിയും എല്ലാം എന്താ പോയി. അഗ്നിസാക്ഷിയായി താലി കെട്ടിയ സ്വന്തം ഭാര്യ പറഞ്ഞിട്ട് പോയത് ഓർമ്മയില്ലേ? ഒരു പെണ്ണിൻ്റെ കണ്ണുനീര് വീണത് ദ്വാരകയിലായാലും അത് കടലെടുത്തോണ്ട് പോകുമെന്ന്. അതുതന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. നല്ല മനസ്സുകളുടെ ഉടമയായ വേണുവേട്ടൻ്റെ കുടുംബത്തെ നല്ലതുപോലെ പ്രതാപൻ അറിയാവുന്നതല്ലേ വേണുവേട്ടൻ്റെ സ്വഭാവം, വേണുവേട്ടനും രാജു ആരാണെന്ന്. പക്ഷേ അഹങ്കാരവും അഹന്തയും തലയ്ക്ക് പിടിച്ചപ്പോൾ പ്രതാപൻ എല്ലാം മതിമറന്ന് ഈ ഭൂമിയിൽ ഏറ്റവും വലുത് സ്വന്തം സഹോദരിയാണെന്ന് കരുതി അവരെ ആട്ടിയിറക്കി. സ്വന്തം മകളുടെ താലിഭാഗ്യം പോലും ഇല്ലാതാക്കിയ ഒരു അച്ഛനാണത്. അപ്പോൾ പ്രതാപൻ ഇതിനപ്പുറം അനുഭവിക്കണം. നടന്നതെല്ലാം കള്ളത്തരമാണെന്ന് മനസ്സിലാക്കിയും ഹൃതിയെ സ്വന്തം അച്ഛൻ മതിയെന്ന് തീരുമാനിച്ചില്ലേ? താലി കെട്ടിയ ഭർത്താവിനോട് അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതിൻ്റെ പേരിലുള്ള ശിക്ഷ ഹൃതിയെയും അനുഭവിച്ചേ പറ്റൂ.
ഇനി എന്തായിരിക്കും വേണുവേട്ടനും കുടുംബം പുറത്തോട്ട് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുവാണ്. ഇതെങ്ങനെയെങ്കിലും പ്രതാപനും അറിഞ്ഞ് അവിടെ എത്തുമോ, അവരുടെ പോക്ക് മുടക്കുമോ, എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് നാളത്തെ റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.